ഗുഡ് മോർണിംഗ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് സം പെക്യുലിയർ ഐറ്റംസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്ന സ്പെഷ്യൽ നേച്ചർ ഐറ്റം എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സബ്സ്ക്രിപ്ഷൻ. വി ഹാവ് ഓൾറെഡി ലേൺഡ് വാട്ട് ഈസ് സബ്സ്ക്രിപ്ഷൻ. What is subscription? Subscription is the membership fee collected from the members monthly or annually, or it is the amount collected from the members periodically. അതായത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് മന്ത്ലി ഓർ ആനുവലി കൊടുക്കുന്ന എമൗണ്ട് ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇത് എവിടെയാണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ, റെസിപ്റ്റ് സൈഡിലാണ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാറ്. സോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ സം സ്പെസിഫിക് പേർപ്പസ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. സബ്സ്ക്രിപ്ഷൻ ഒരു സ്പെസിഫിക് പേർപ്പസിന് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അത് ക്യാപിറ്റലൈസ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അത് ലാബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതിന് എക്സാമ്പിളാണ് സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട്, സബ്സ്ക്രിപ്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് എക്സെട്ര. ജനറൽ സബ്സ്ക്രിപ്ഷൻ ആണ്. പെർട്ടിക്കുലർ പേർപ്പസ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ് ആണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ഇൻകം സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ. എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ കറണ്ട് ഇയർ. ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ഡേറ്റിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ദെൻ ആഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. ദെൻ ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ പ്രീവിയസ് ഇയർ. ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദ കറണ്ട് ഇയർ. ക്ലോസിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യുക. ഈ ഒരു എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ, ഇൻകം ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. Thank you.